ഇന്നത്തെ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ്സിന്റെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോണത് ഡയറി കോപ്പറേറ്റീവ്സിനെ കുറിച്ച് തന്നെയാണ്. ഡയറി കോപ്പറേറ്റീവ്സ് അല്ലെങ്കിൽ ഡയറി സൊസൈറ്റീസിന്റെ കാര്യങ്ങളാണ്. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഡയറി സൊസൈറ്റീസ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് പറയാൻ പോണത് അതിന്റെ ഒരു ഫെഡറൽ സ്ട്രക്ചറാണ്. ലോക്കൽ ഡയറി സൊസൈറ്റീസ് അല്ല, ഒരു 24 ഡിസ്ട്രിക്ട് അസോസിയേഷൻസിലോട്ട് ഫെഡറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ പിന്നീട് അത് 3 പ്രൊവിൻഷ്യൽ ഓർഗനൈസേഷൻസ് ആയിട്ട് ഓർഗനൈസ് ചെയ്യപ്പെട്ടു. ഇതിൽ പബ്ലിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് ഇനീഷ്യേഷൻസ് മാത്രമല്ല, പ്രൈവറ്റ് ഡയറീസും ഈ ഒരു പ്രൊവിൻഷ്യൽ ഓർഗനൈസേഷൻസിലോട്ട് എന്ത് ചെയ്തു, അഫിലിയേറ്റ് ചെയ്യപ്പെട്ടു. ദെൻ ഇത്തരത്തിൽ ഡയറി കോപ്പറേറ്റീവ്സ് അല്ലെങ്കിൽ ഡയറി സൊസൈറ്റീസ് അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടെത്തിയിരുന്നത് മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്നായിരുന്നു. ആ ഒരു ഡയറി സൊസൈറ്റിയുടെ മെമ്പേഴ്സ് തന്നെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. അപ്പൊ ഇത്തരം ഡെപ്പോസിറ്റ്സിന്, അതായത് ഈ വർക്കിംഗ് ക്യാപിറ്റൽ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് റിട്ടേൺ ഒരു ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഡയറീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ റിസർവ് ഫണ്ട്സ് കെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഓരോ വർഷം കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ റിസർവ് ആയി മാറ്റിവെച്ചു. ദെൻ ആ റിസർവിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട്, ബാലൻസ് എമൗണ്ട് ഔട്ട് ഓഫ് പ്രോഫിറ്റ് അവരുടെ മെമ്പേഴ്സിന്റെ ഇടയിൽ ഓരോ മെമ്പറും എത്രയാണോ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മിൽക്ക് എത്രയാണോ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് സപ്ലൈ ചെയ്യുന്നത്, അതിന് പ്രപ്പോർഷനായിട്ട് എന്ത് ചെയ്തു, ആ ഒരു ബാലൻസ് എമൗണ്ടിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു. അപ്പൊ ഇത്തരത്തിലാണ് കോപ്പറേറ്റീവ് ഡയറീസ് അല്ലെങ്കിൽ ഡയറി സൊസൈറ്റീസിന്റെ ഒരു ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. 24 ഡിസ്ട്രിക്ട് അസോസിയേഷൻസ് ആയിട്ട് അത് ഫെഡറേറ്റ് ചെയ്തു. ദെൻ അതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് ഒരു 3 പ്രൊവിൻഷ്യൽ ഓർഗനൈസേഷൻസ് കൊണ്ടുവന്നു. പ്രൈവറ്റ് ഡയറീസും അതിലോട്ട് അഫിലിയേറ്റ് ചെയ്യപ്പെട്ടു. വർക്കിംഗ് ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നത് അവരുടെ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. അതിന് പകരം മെമ്പേഴ്സിന് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്തിരുന്നു. ദെൻ ഓരോ വർഷത്തെയും പ്രോഫിറ്റിന് റിസർവുകൾ മാറ്റിവെച്ചു. ദെൻ റിസർവിന് ശേഷമുള്ള പ്രോഫിറ്റ് അത് മെമ്പേഴ്സിന്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഓരോ മെമ്പറും എത്ര ക്വാണ്ടിറ്റി മിൽക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് ആ ഒരു മിൽക്കിന്റെ ബേസിസിൽ അല്ലെങ്കിൽ വാല്യൂ ഓഫ് മിൽക്കിന്റെ പ്രൊപ്പോർഷനിലാണ് ഈ ബാലൻസ് എമൗണ്ടിനെ മെമ്പേഴ്സിന്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. ദെൻ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ്, അതായത് ഡെൻമാർക്കിലെ ഡയറി കോപ്പറേറ്റീവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും, ദാറ്റ് മീൻസ് എല്ലാ ഗുഡ്സും, മിൽക്ക് ആൻഡ് മിൽക്ക് റിലേറ്റഡ് ഗുഡ്സ് എല്ലാം സോൾട്ട് ചെയ്തിരുന്നത്, അവർ സെയിൽ ചെയ്തിരുന്നത് ഒരു ട്രേഡ് മാർക്കിലായിരുന്നു. ആ ട്രേഡ് മാർക്കിന് പറയുന്ന പേരാണ് ബ്രാൻഡ് എന്നുള്ളത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ മാർക്ക് ഓഫ് ക്വാളിറ്റി ആൻഡ് ഗുഡ്സ് ബെയറിംഗ് ദിസ് സീൽ ആർ ഈസിലി സോൾഡ് ഇൻ ഇംഗ്ലണ്ട്, ഡെൻമാർക്ക് ആൻഡ് ജർമ്മനി. ഡെൻമാർക്കിലെ ഡയറി കോപ്പറേറ്റീവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സുകളെല്ലാം വിറ്റഴിക്കപ്പെട്ടിരുന്ന ഒരു ബ്രാൻഡ് നെയിം, അതാണ് ബ്രാൻഡ് എന്നുള്ളത്. അതൊരു ക്വാളിറ്റിയുടെ ഒരു ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു സൈൻ ഓഫ് ക്വാളിറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രാൻഡ് എന്നുള്ള ഒരു ബ്രാൻഡിലുള്ള അല്ലെങ്കിൽ ആ ഒരു സീലിലുള്ള എല്ലാ പ്രൊഡക്റ്റും ഇംഗ്ലണ്ട്, ജർമ്മനി, ഡെൻമാർക്കിലൊക്കെ ഈസി ആയിട്ട് വിറ്റഴിക്കപ്പെട്ടിരുന്നു. അതാണ് ബ്രാൻഡ് എന്നുള്ള ഒരു ഹെഡിൽ പറയുന്നത്. ദെൻ ബാക്കൻ ഫാക്ടറീസ്. ഡെൻമാർക്കിൽ ഇപ്പൊ നമ്മൾ ഡയറി കോപ്പറേറ്റീവ്സ്, അതായത് മിൽക്ക് പ്രൊഡക്ട്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ദെൻ അതേപോലെ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് ബാക്കൻ ഫാക്ടറീസ് എന്നുള്ളത്. ബാക്കൻ മീൻസ് പിഗ്സിന്റെ ഒക്കെ മീറ്റിനെയാണ് നമ്മൾ ബാക്കൻ എന്ന് പറയാം. ഡെൻമാർക്കില് ബാക്കൻസും അതേപോലെ എഗ് ഫാക്ടറീസ് ഒക്കെ ഈ ഡയറി ഇൻഡസ്ട്രീസിന് സബ്സിഡറി ആയിട്ട് അതിനെ സപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ബാക്കൻ ഇൻഡസ്ട്രിയുടെ ഒക്കെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി സാധാരണഗതിയിൽ വന്നു പോയിട്ടുള്ളതാണ്. വളണ്ടറി അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനമൊന്നും ആയിരുന്നില്ല. ഡയറി ഇൻഡസ്ട്രീസിന്റെ ഒരു സബ്സിഡറി യൂണിറ്റ് എന്നുള്ള രീതിയിലാണ് എഗ് ഫാക്ടറീസും ബാക്കൻ ഫാക്ടറീസും ഒക്കെ ഡെൻമാർക്കിൽ ഡെവലപ്പ് ചെയ്യപ്പെട്ടത്. ദെൻ ഇത്തരത്തില് ബാക്കൻ ഫാക്ടറീസിന്റെ നമ്പർ കൂടി വരികയാണ് അല്ലെങ്കിൽ ബാക്കൻ ഫാക്ടറീസിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവുക എന്നുള്ളതുകൊണ്ട് തന്നെ പിഗ്സിന്റെ നമ്പർ അല്ലെങ്കിൽ ദ നമ്പർ ഓഫ് പിഗ്സ് ഇൻക്രീസ്ഡ് ആസ് വെൻ ഡയറി വാസ് ഡെവലപ്പിംഗ്. ഡയറി ഡെവലപ്പ് ചെയ്യുന്നതോടനുബന്ധിച്ച് പിഗ്സിന്റെ നമ്പേഴ്സും എന്ത് ചെയ്തു വന്നു, ഇൻക്രീസ് ചെയ്തു വന്നു. ഈ ബാക്കണൊക്കെ പ്രിപ്പയർ ചെയ്യലും അതുപോലെ തന്നെ അത് എക്സ്പോർട്ട് ചെയ്യലും പ്രൈവറ്റ് ട്രേഡേഴ്സിന്റെ ഹാൻഡിലായിരുന്നു. പ്രൈവറ്റ് ട്രേഡേഴ്സ് ആയിരുന്നു ബാക്കൻ പ്രിപ്പയർ ചെയ്യുന്നതും അത് എക്സ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ഹാൻഡിൽ ചെയ്തിരുന്നത്. ദെൻ 1887 ആദ്യത്തെ കോപ്പറേറ്റീവ് ബാക്കൺ ഇൻഡസ്ട്രി ഡെൻമാർക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെൻമാർക്കിലെ
ഹോസൻസ് ഇൻ ജെറ്റ്ലാൻഡ്, അവിടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ബാക്കൺ ഇൻഡസ്ട്രി, ആദ്യമായിട്ടുള്ള ബാക്കൺ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു പീരീഡിൽ ഈ ഒരു ഇൻഡസ്ട്രിക്കെതിരെ അല്ലെങ്കിൽ ഈ ഒരു വെഞ്ചറിനെതിരെ ഒരുപാട് ഓപ്പോസിഷൻസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ദെൻ ഗ്രാജുവലി കൂടുതലായിട്ട് മോർ ബാക്കൺ ഫാക്ടറി സെറ്റപ്പ് ചെയ്തു. ദെൻ സൊസൈറ്റിയിൽ ഇത്തരം ബാക്കൺ ഫാക്ടറീസിലൊക്കെയുള്ള മെമ്പർഷിപ്പ്, അതായത് മെമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ലാർജ് യൂണിറ്റ് ആയി. ദെൻ ഇത്തരത്തിൽ കോപ്പറേറ്റീവ് ബാക്കൺ ഫാക്ടറീസിന് അവരുടെ സ്വന്തമായിട്ടുള്ള മാർക്കറ്റിംഗ് ഏജൻസീസ്, മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻസ് വന്നു. ആ മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻസിന്റെ പേരാണ് ഡാനിഷ് ബാക്കൺ കമ്പനി ലിമിറ്റഡ്. അത് ഇംഗ്ലണ്ടിലായിരുന്നു സിറ്റുവേറ്റ് ചെയ്തിരുന്നത്. ഒന്നുകൂടി പറയാണ്, ബാക്കൺ ഫാക്ടറീസ്. ബാക്കൺ മീൻസ് പിഗ്സിന്റെ ഒക്കെ ഒരു മീറ്റ്, അതിനെയാണ് ബാക്കൺ എന്ന് പറയുന്നത്. അതേപോലെ എഗ് ഫാക്ടറീസ് ഒക്കെ ഈ കോപ്പറേറ്റീവ് ഡയറീസിന് അല്ലെങ്കിൽ ഡയറി ഇൻഡസ്ട്രീസിന് സബ്സിഡറി ആയിട്ടാണ് ഡെൻമാർക്കിൽ വന്നത്. അത് ഓട്ടോമാറ്റിക്കലി ടിപ്ലേസ് ചെയ്തതാണ്. ദെൻ അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന കൊടുത്ത് മുന്നോട്ട് വന്നതല്ല. ദെൻ ഗ്രാജുവലി അങ്ങനെ സാവധാനം അതിൻ്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത്, കാര്യമായിട്ടൊരു ഗ്രോത്ത് ഡെൻമാർക്കിൽ സംഭവിച്ചു. അപ്പം ഇത്തരത്തിൽ ഡയറി ഡെവലപ്പ് ചെയ്യുന്നതോടനുബന്ധിച്ച് പിഗ്സിന്റെ നമ്പറും കൂടി വന്നു. ദെൻ കൂടുതലായിട്ടും പ്രൈവറ്റ് ട്രേഡേഴ്സ് ആയിരുന്നു ഈ ബാക്കോൺ പ്രിപ്പറേഷൻസും എക്സ്പോർട്ടിംഗ് ഒക്കെ ഹാൻഡിൽ ചെയ്തിരുന്നത്. ദെൻ 1887 ആദ്യമായിട്ട് ഡെൻമാർക്കിൽ ഹൊസൻ ഇൻ ജുട്ട്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് വന്നിട്ടുള്ളത്, ബാക്കൺ സൊസൈറ്റി, ദാറ്റ് മീൻസ് ബാക്കൺ ഇൻഡസ്ട്രി വന്നിട്ടുള്ളത്. ആ ഒരു പീരീഡിൽ വളരെ വലിയൊരു ഓപ്പോസിഷൻ ഇതിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ദെൻ ഗ്രാജുവലി മോർ ബാക്കൺ ഫാക്ടറീസ് സെറ്റപ്പ് ചെയ്തു. അതിൽ കൂടുതൽ മെമ്പർഷിപ്പ് വന്നു. ദെൻ അവരുടേതായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ കൊണ്ടുവന്നു. ഡാനിഷ് ബാക്കൺ കമ്പനി ലിമിറ്റഡ് എന്നായിരുന്നു അതിന്റെ പേര്. അപ്പൊ ഇത്തരത്തിലാണ് ബാക്കൺ ഇൻഡസ്ട്രീസ്. ഇനി പൗൾട്രി സൊസൈറ്റീസിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ, എഗ്സ് were the important items of export from Denmark. ഡെൻമാർക്കിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടായിരുന്നു എഗ്സ് എന്നുള്ളത്. മെയിൻലി ഇത് ഇംഗ്ലണ്ടിലോട്ടായിരുന്നു എക്സ്പോർട്ട് ചെയ്തിരുന്നത്. അതും കൂടുതലായിട്ട് ഇത് ഹാൻഡിൽ ചെയ്തിരുന്നത് പ്രൈവറ്റ് ട്രേഡേഴ്സ് ആയിരുന്നു. പക്ഷേ പ്രൈവറ്റ് ട്രേഡേഴ്സ് ഇത്തരത്തിൽ ഇതുമായി റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതുമായി അസോസിയേറ്റ് ചെയ്ത് ട്രേഡ് നടത്തുമ്പോൾ അവർ ക്വാളിറ്റി കൺട്രോൾ മെക്കാനിസംസ് ഒന്നും പ്രോപ്പറായി മാനേജ് ചെയ്തിരുന്നില്ല, ക്വാളിറ്റിനെ കുറിച്ച് ബോധേഡ് ആയിരുന്നില്ല. സോ അതേ തുടർന്നിട്ടാണ് 1895 കോപ്പറേറ്റീവ് എഗ് എക്സ്പോർട്ട് അസോസിയേഷൻ ഓർഗനൈസ് ചെയ്യപ്പെടുന്നത്. എഗ്സിന്റെ ഗ്രേഡിങ്ങും സ്റ്റാമ്പിങ്ങും ക്വാളിറ്റി കൺട്രോൾ മെക്കാനിസംസ് ഒക്കെ നോക്കിയിരുന്ന ഒരു സിസ്റ്റം, അതായിരുന്നു കോപ്പറേറ്റീവ് എഗ് എക്സ്പോർട്ട് അസോസിയേഷൻ എന്നുള്ളത്. 1895 അത് എന്ത് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യപ്പെടുന്നത്. ദെൻ പേയ്മെന്റ് വാസ് മെയ്ഡ് ടു ദ പൗൾട്രി ഫാമേഴ്സ് അക്കോർഡിംഗ് ടു ദ ക്വാളിറ്റി ഓഫ് എഗ്സ്. ഓരോ ഫാമേഴ്സും സപ്ലൈ ചെയ്യുന്ന എഗ്സിന്റെ ക്വാളിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു അവർക്ക് പേയ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്തിരുന്നത്. സോ ഒന്നുകൂടി പറയാണ്, പൗൾട്രി സൊസൈറ്റീസ്, അതായത് ഡെൻമാർക്കിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നതിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് എഗ്സ് എന്നുള്ളത്. ആ ഒരു എഗ്സ് കൂടുതലായിട്ടും ഇംഗ്ലണ്ടിലേക്കാണ് പ്രൈവറ്റ് ട്രേഡേഴ്സ് വഴി കയറ്റി അയച്ചിരുന്നത്. പക്ഷേ പ്രൈവറ്റ് ട്രേഡേഴ്സ് അതിന്റെ ക്വാളിറ്റി കൺട്രോൾ മെക്കാനിസംസ് ഒന്നും അറേഞ്ച് ചെയ്തിരുന്നില്ല, നോട്ട് പ്രോപ്പർലി അറേഞ്ച്ഡ്. അതുകൊണ്ട് തന്നെയാണ് 1895 എഗ്സിനെ ഗ്രേഡ് ചെയ്യാനും സ്റ്റാമ്പ് ചെയ്യാനും ക്വാളിറ്റി മാനേജ് ചെയ്യാനൊക്കെ ഒരു കോപ്പറേറ്റീവ് എഗ് എക്സ്പോർട്ട് അസോസിയേഷൻ എന്ത് ചെയ്തത്, ഓർഗനൈസ് ചെയ്യപ്പെട്ടത്. ദെൻ ഈ ഒരു അസോസിയേഷൻ ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഏറ്റെടുക്കുകയാണ് എഗ്സ്. ദെൻ അതിന്റെ ക്വാളിറ്റീനെ ബേസ് ചെയ്താണ് അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്തിരുന്നത്, പേയ്മെന്റുകൾ കൊടുത്തിരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പറയണത് ഡെൻമാർക്കിലെ മറ്റൊരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആയിരുന്നു ബുൾ ക്ലബ്സ്. ബുൾ ക്ലബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറി കോപ്പറേറ്റീവ്സുമായിട്ട് അറ്റാച്ച് ചെയ്ത് വന്നിരുന്ന, അതായത് അതിനെ സബ്സിഡറി ചെയ്യുന്ന, അതിനെ സപ്ലിമെന്റ് ചെയ്യുന്ന വൺ അനദർ ഇൻഡസ്ട്രിയാണ് ബുൾ ക്ലബ്സ് എന്നുള്ളത്. അതായത് കാറ്റിൽസിനെ ഫീഡ് ചെയ്യാനും കന്നുകാലികൾക്ക് തീറ്റ കൊടുക്കാനും ദെൻ അതിനെ ബുൾസിനെ ഫാർമേഴ്സിന്, ഗുഡ് ക്വാളിറ്റി ബുൾസിനെ ഫാർമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു കോപ്പറേറ്റീവ് അസോസിയേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ, അതായിരുന്നു ബുൾ ക്ലബ് എന്ന് പറയുന്നത്. ദെൻ ക്രീമറീസ് എന്ന് പറയുന്ന മറ്റൊരു യൂണിറ്റ്, അതിന്റെ പേരിൽ പറയണ പോലെ തന്നെ ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്ന് മിൽക്ക് കളക്ട് ചെയ്ത് അതിനെ കൃത്യമായി പ്രോസസ് ചെയ്യുന്ന ഒരു യൂണിറ്റ്, അതാണ് ക്രീമറീസ് എന്നുള്ളത്. യെസ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ കോപ്പറേറ്റീവ് ഡയറീസിന്റെ അല്ലെങ്കിൽ ഡയറി സൊസൈറ്റീസിന്റെ
ഫെഡറൽ സ്ട്രക്ചർ ആണ് നമ്മൾ പറഞ്ഞത്. 24 ഡിസ്ട്രിക്ട് അസോസിയേഷൻസിലോട്ട് ഫെഡറേറ്റ് ചെയ്തിരുന്നു. ദെൻ പിന്നീട് 3 പ്രൊവിൻഷ്യൽ ഓർഗനൈസേഷൻസിലോട്ട് ഫർദർ ഓർഗനൈസ് ചെയ്യപ്പെട്ടു. പ്രൈവറ്റ് ഡയറീസും അതിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടു. വർക്കിംഗ് ക്യാപിറ്റൽ മെമ്പോസിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് റൈസ് ചെയ്തിരുന്നത്. ഇങ്ങനെയെല്ലാം പറഞ്ഞു. ദെൻ ലെർബ്രാൻഡ് എന്ന് പറയുന്നത് ഡെൻമാർക്കിന്റെ ഒരു ട്രേഡ് മാർക്കാണ്, ക്വാളിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സൈനാണ്. ദെൻ ബാക്കൻ ഫാക്ടറീസ് എന്നുള്ളത് പിഗ്സിന്റെ മീറ്റ് അതേപോലെ എഗ്സ് ഒക്കെ സബ്സിഡറി ആയിട്ട് ഡയറി ഇൻഡസ്ട്രീസിന് വന്നു. ഇത്തരത്തിൽ ഈ ഒരു ബാക്കൻ ഫാക്ടറീസ് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് പ്രൈവറ്റ് ഹാൻഡ്സിലായിരുന്നു. ദെൻ 1887 ഡെൻമാർക്കിൽ ആദ്യമായിട്ട് ഒരു കോപ്പറേറ്റീവ് ബാക്കൻ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് ഒരുപാട് ഓപ്പോസിഷൻസ് ഫേസ് ചെയ്യേണ്ടി വന്നു. ദെൻ ഗ്രാജുവലി അത് വലിയ രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടായി അവിടെ. ദെൻ പിന്നീട് നമ്മൾ പറഞ്ഞത് പൗൾട്രി സൊസൈറ്റീസിനെയാണ്. എഗ്സ് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഡെൻമാർക്കിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഏരിയ ആയിരുന്നു. 1895 അതിനൊരു കോപ്പറേറ്റീവ് എഗ് എക്സ്പോർട്ട് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ഓർഗനൈസ് ചെയ്യപ്പെടുന്നത്. എഗ്സിന്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനും ഗ്രേഡിങ്ങും സ്റ്റാമ്പിംഗ് ഒക്കെ നടത്തി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുക, അതായിരുന്നു കോപ്പറേറ്റീവ് എഗ് എക്സ്പോർട്ട് അസോസിയേഷന്റെ ലക്ഷ്യം. ദെൻ ബുൾ ക്ലബ്സ് നമ്മൾ പറഞ്ഞു. ബുൾ ക്ലബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറി കോപ്പറേറ്റീവ്സ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ്. കന്നുകാലികളെ ഫീഡ് ചെയ്യുക, അതേപോലെ ഗുഡ് ക്വാളിറ്റി ബുൾസിനെ ഫാർമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അതൊക്കെയായിരുന്നു ബുൾ ക്ലബ്സിന്റെ ലക്ഷ്യം. ദെൻ ക്രീമറീസ് നമ്മൾ പറഞ്ഞ പോലെ മിൽക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ടതാണ്. ഡയറി സൊസൈറ്റീസിന്റെ ഒരു സപ്ലിമെന്റ് യൂണിറ്റ് ആണ്. ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്ന് മിൽക്ക് ഒക്കെ കളക്ട് ചെയ്ത് അതിനെ കൃത്യമായി പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു ക്രീമറീസിന്റെ ലക്ഷ്യം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡയറി കോപ്പറേറ്റീവ്സ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഒരു മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ഡെൻമാർക്കിൽ ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ കോപ്പറേറ്റീവ് സഹകരണ പ്രസ്ഥാനങ്ങളാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.